തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ. അപ്പോൾ നമുക്ക് അതിലാദ്യം ഫിസിക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ട് രണ്ട് ടോപ്പിക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുണ്ട്. രണ്ടും എന്തിനാ ചെയ്യണേ? നമ്മുടെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ്, ഗവൺമെന്റ് റെഗുലേഷൻസ് അല്ല, ഇക്കണോമിയുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇക്കണോമിയുടെ ഡിസ്ട്രിബ്യൂഷൻസ്, ചേഞ്ചസ് എല്ലാം കൂടിയിട്ട് എന്താണ് നല്ല രീതിയിൽ പുരോഗമിക്കാൻ, ഒരു ഇൻഫ്ലേഷനും ഡിഫ്ലേഷനിലൊന്നും പെടാതെ നമ്മുടെ ഇക്കണോമി ഗ്രോത്ത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുവരുന്നതാണ് ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയൊക്കെ. അപ്പൊ ഫിസിക്കൽ പോളിസി ആരാണ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. ബൈ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? നികുതി ചിലപ്പോൾ കുറയ്ക്കാം, ചിലപ്പോൾ കൂട്ടാം. പിന്നെ എങ്ങനെയാ? സർക്കാർ ചെലവുകൾ കുറയ്ക്കും. പിന്നെന്താ? ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ എന്താണ് മാറ്റം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി അപ്ലൈ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫിസിക്കൽ പോളിസി. ഓക്കെ. നികുതികൾ, സർക്കാർ ചെലവ്, വായ്പ എന്നീ സംബന്ധിച്ച് സർക്കാർ നയത്തിന് പറയുന്ന പേരാണ് നികുതിപരമായ നയം. പൂർണ്ണ തൊഴിൽ കൈവരിക്കുക, സാമ്പത്തിക സ്ഥിരത, വളർച്ചാ നിരക്ക് നിലനിർത്തുക എന്നിവയാണ് നികുതിപരമായ നയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. നികുതിപരമായ നയത്തെ പൊതുവെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നേതാ? നികുതി വർധന. പിന്നെന്താ? സർക്കാർ ചെലവ് കുറയ്ക്കുക. പിന്നെന്താണ്? വായ്പ വർദ്ധിപ്പിക്കുക. ഓക്കെ. അപ്പൊ നികുതി വർധന എന്താ? നാണ്യപ്പെരുപ്പം ഉണ്ടാക്കുന്ന. എങ്ങനെ നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന അമിത ചോദന എന്താണ്? എക്സസ് ഡിമാൻഡ് ഒഴിവാക്കാനായിട്ട് നികുതി കൂട്ടുന്നത് അപലഷണീയമാണ്. പക്ഷെ പ്രത്യക്ഷ നികുതികൾ മാത്രമേ വർദ്ധിപ്പിക്കാനാകൂ എന്നതൊരു പ്രധാന കാര്യമാണ്. എക്സൈസ് ഡ്യൂട്ടി, വിൽപ്പന നികുതി തുടങ്ങിയ പരോക്ഷ നികുതികൾ കൂട്ടിയാൽ നാണ്യപ്പെരുപ്പ ദുരിതം കൂടുകയാണ് ചെയ്യുക. പിന്നെ അടുത്ത് എന്താണ്? സർക്കാർ ചെലവ് കുറയ്ക്കുക. സർക്കാർ എന്തിനൊക്കെയാണ് ചെലവ് ചെയ്യുന്നത്? റോഡിന്, പിന്നെന്താ ട്രാൻസ്പോർട്ടേഷനൊക്കെ പിന്നെന്താണ് ആരോഗ്യ മേഖലയിലൊക്കെ സർക്കാരിന്റെ ഇന്റർഫിയൻസ്, സർക്കാരിന്റെ ചെലവുകൾ അവിടെ. പിന്നെന്താണ്? സ്കീമുകൾ, പെൻഷൻ സ്കീമുകൾ ഒരുപാടുണ്ട്. ഇതിലൊക്കെയാണ് സർക്കാർ ചെലവുകൾ വരുന്നത്. സർക്കാരിന്റെ ചെലവ് പരിപാടികൾ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ക്രിയാശേഷി ഉണ്ടാക്കുന്നു. അതിനാൽ അമിത ചോദന ഉള്ളപ്പോൾ സർക്കാർ ചെലവുകൾ കഴിയുന്നത്ര കുറയ്ക്കണം. അടുത്താണ് വായ്പ വർദ്ധിപ്പിക്കുക. സർക്കാർ വായ്പ വാങ്ങുമ്പോൾ ക്രയശേഷി ജനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുവഴി സമ്പദ് വ്യവസ്ഥയിൽ അമിത ചോദനം കുറയ്ക്കുന്നു. പ്രത്യക്ഷ നികുതികൾ കൂട്ടൽ, സർക്കാർ ചെലവ് കുറയ്ക്കൽ, വായ്പക്കെടുത്ത് വർദ്ധിപ്പിക്കൽ എന്നീ നികുതി നയങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയിലെ അമിത ചോദനത്തെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് മോണിറ്ററി പോളിസി എന്താണെന്ന് നോക്കാം. മോണിറ്ററി പോളിസി ആരാ ഇംപ്ലിമെന്റ് ചെയ്യണേ? മോണിറ്ററി പോളിസി ആരാ? സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാ? RBI. ത്രൂ RBI ആണ് RBI വഴിയാണ് മോണിറ്ററി പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക. അതൊക്കെ ആരാ ചെയ്യണേ? RBI ആണ്, സെൻട്രൽ ബാങ്ക് ആണ്. ബാങ്ക് നിരക്ക് കുറയ്ക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ വായ്പ കിട്ടും. അതെന്താണ്? ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ഓക്കെ. പരസ്യ വിപണി പ്രവർത്തനം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. സെൻട്രൽ ബാങ്ക് സെക്യൂരിറ്റിയിൽ വാങ്ങുമ്പോൾ സെൻട്രൽ ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കുകളിലേക്ക് പണം കൈമാറുന്നു. ഇത് വായ്പകൾ വികസിപ്പിക്കുകയും ചോദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത് കരുതൽ ധനത്തോത് കുറയ്ക്കല്, ലോവറിംഗ് ദ റിസർവ് റേഷ്യോ. CRR കുറയ്ക്കല്, വായ്പകള് വികസിപ്പിക്കും. പിന്നെന്താണ്? ധാർമ്മിക പ്രേരണം. സെൻട്രൽ ബാങ്ക് അതിന്റെ ധാർമ്മിക അധികാരം ഉപയോഗിച്ച് വാണിജ്യ ബാങ്കുകളോട് വായ്പാ വികസനത്തിൻ്റെതായ ഒരു നയം അവലംബിക്കാൻ ഉപദേശിക്കണം. അടുത്ത ഡയറക്റ്റ് ആക്ഷൻ, പ്രത്യക്ഷ നടപടി. സാധാരണയായി ബാങ്കുകള് വായ്പ വികസനമാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഇവിടെ ശിക്ഷാ നടപടികൾ അത്ര പ്രസക്തമായിട്ട് പറയുന്നില്ല. ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയിലും മോണിറ്ററി പോളിസിയിലും വളരെ ചുരുക്കമായിട്ട് പറയുന്നത്. നമുക്ക് ഇതിനടുത്തത് ആഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് നോക്കാം. ഈ ആഗ്രിഗേറ്റ് സപ്ലൈ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇത് മൊത്ത ചോദനവും മൊത്ത പ്രധാനവും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ടോട്ടൽ ആയിട്ടുള്ള ആഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ടോട്ടലാണ്.
അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള മൊത്തം ചോദനം മൊത്ത പ്രധാനവും. വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ആകെ ചോദനത്തെ മൊത്തം ചോദനം എന്ന് പറയുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉപഭോക്താക്കളും നിക്ഷേപകരും ഗവൺമെന്റും വാങ്ങുന്നതും ഇറക്കുമതിക്കതീതവുമായി വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം അളവിനെ എന്താണ് മൊത്തം ചോദനം എന്ന് പറയുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്തെ മൊത്തം ചെലവാണ് എന്ത് മൊത്തം ചോദനം. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അറ്റ ദേശീയോൽപ്പന്നമാണ് എന്ത് മൊത്ത പ്രധാനം എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന സേവനങ്ങളുടെ ആകെ പ്രധാനത്തെ സൂചിപ്പിക്കുന്നതാണ് മൊത്തം പ്രധാനം. അത് തന്നെയാണ് എന്ത് അറ്റ ദേശീയോൽപ്പന്നവും. എന്താണത് NNP ഒക്കെ പഠിച്ചു പോയതാണല്ലേ. ദേശീയോൽപ്പന്നത്തിന്റെ മൂല്യം ഘടകരൂപങ്ങൾക്ക് തുല്യമാണെന്ന് നമുക്കറിയാം. എന്താ ദേശീയ വരുമാനം, എന്താണ് ദേശീയോൽപ്പന്നം, NNP അല്ലെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം പ്രധാനം എന്താണ് എന്നത് അറ്റ ദേശീയോൽപ്പന്നം എന്ന് പറയുന്നത് തന്നെയാണ്. അതാകട്ടെ ലഭിച്ച ഘടക വരുമാനങ്ങൾക്കും തുല്യമാണ്. ഘടക വരുമാനം എന്താ ഫാക്ടർ ഓഫ് ഇൻകം എന്താണ് അത് പഠിച്ചതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓപ്പൺഷിപ്പ്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.